സംവിധായകനും തിരക്കഥാകൃത്തും പോലും വിചാരിക്കാത്ത തരത്തിൽ കഥാപാത്രത്തെ കൈയടക്കുന്ന ശരീരമാസകലം കൊണ്ട് കഥാപാത്രമായി പരിണമിക്കുന്ന മോഹൻലാലില്ലേ. സംവിധായകൻ കട്ടുവിളിച്ചാലും കഥാപാത്രം വിട്ടുപോകാതെ അയാളായി തുടരുന്ന മോഹൻലാൽ. ക്യാമറയിൽ തന്നെ പകർത്തുന്നുണ്ടെന്നോ ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ടെന്നോ ചിന്തിക്കാതെ കഥാപാത്രമായി ജീവിക്കുന്ന മോഹൻലാൽ. മലയാളിക്ക് കണ്ട് മതിവരാത്ത നാട്യം. കറുത്ത അംബാസഡർ കാറിൽ അങ്ങനെ ഒരാൾ വന്നിറങ്ങിയിട്ടുണ്ട്. അമാനുഷികതയും അധികാരങ്ങളും അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരനായ ഒരച്ഛൻ, ഭർത്താവ്, സുഹൃത്ത്, ഷൺമുഖൻ. തിരക്കഥാകൃത്ത് KR സുനിൽ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂട്ടിയിട്ട വാഹനങ്ങളിൽ ഒന്നിലേക്ക് നോക്കി നിന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ തുടങ്ങിയ കഥ. തരുൺമൂർത്തിയെയും കൂട്ടി എഴുതി നമുക്ക് കൊണ്ടുവന്ന ഷൺമുഖൻ. ജോണർ ഷിഫ്റ്റ് കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യുന്ന സംവിധാന മികവ്. ഷൺമുഖനായി മോഹൻലാൽ. അതിശയോക്തിയല്ല, സിനിമ കാണുന്ന എല്ലാവർക്കും കയ്യിൽ തരാൻ ഒരു മൊമെന്റ് മോഹൻലാൽ കാത്തുവെച്ചിട്ടുണ്ട്. നനങ്ങി കുതിർന്ന് കരച്ചിൽ അടക്കിപ്പിടിച്ച് അയാൾ തെന്നി വീഴുമ്പോൾ, ശബ്ദമുണ്ടാക്കാതെ അവിടെ കിടന്ന് കരയുമ്പോൾ തരുൺമൂർത്തി അവിടെ എവിടെയോ ക്യാമറ വെച്ച് പകർത്തിയ ഷൺമുഖൻ മാത്രമാണ് ആ നേരം സ്ക്രീനിൽ എന്ന് തോന്നും. നിസ്സഹായനായ ആ മനുഷ്യന് മുന്നിൽ പ്രേക്ഷകർ കരയാൻ പോലും ആകാതെ നിശബ്ദരായി നിൽക്കുകയുള്ളൂ. കട്ടുവിളിക്കാൻ സാധിക്കാതെ നിന്ന സംവിധായകനോടും അത് കണ്ടുനിന്ന മറ്റുള്ളവരോടും അസൂയ മാത്രം. മോഹൻലാൽ എന്ന അഭിനേതാവ് പ്രേക്ഷകർക്ക് നൽകിയ ഒരു വണ്ട മൊമെന്റ്. ഭാഷയ്ക്ക് അതീതമായ ഭാവങ്ങളാൽ മാത്രം പ്രേക്ഷകരും മോഹൻലാലും തമ്മിൽ മാത്രം നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ മൊമെന്റ്സിലൊന്ന്. സതയവും ഭ്രമരവും തന്മാത്രയും എല്ലാം നമുക്ക് നൽകിയ ചില മോഹൻലാൽ നിമിഷങ്ങളിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരാളാണ് ഷൺമുഖൻ. മോഹൻലാലിന്റെ നഖം പോലും അഭിനയിക്കുമെന്ന് പറയുന്ന പോലെ വിരലനക്കത്തിൽ പോലും ഷൺമുഖനാണ്. വിറയ്ക്കുന്ന കൈകളിലൂടെ ഒരിടത്തുറയ്ക്കാതെ തെന്നി നീങ്ങുന്ന കണ്ണുകളിലൂടെ മോഹൻലാൽ ഷൺമുഖനെ നമുക്ക് തർജ്ജമ ചെയ്തു തന്നിട്ടുണ്ട്. മോഹൻലാൽ എന്ന സാധാരണക്കാരൻ മാത്രമല്ല, മോഹൻലാൽ എന്ന അച്ഛനും ഒരു ട്രേഡ് മാർക്കാണ്. രമേശൻ നായരെ പോലെ മക്കൾക്ക് സുഹൃത്തായ മോഹൻലാൽ അച്ഛന്മാർ അനവധിയുണ്ട്. എന്തുകൊണ്ടോ മോഹൻലാൽ അച്ഛനാകുമ്പോൾ ആ കണ്ണുകളിൽ വരുന്ന വാത്സല്യം മറ്റ് മോഹൻലാൽ ഭാവങ്ങളോട് പോലും അതുല്യമാണ്. ചേട്ടച്ചനും രമേശൻ നായരും രാജീവ് മേനോനും ബാലസുബ്രഹ്മണ്യവും ജോർജ് കുട്ടിയും ശിവൻകുട്ടിയും രഘുനന്ദനും എല്ലാം വാത്സല്യത്തോട് അടുക്കുമ്പോൾ അവരുടെ എല്ലാം കണ്ണുകളിൽ തടുക്കാൻ സാധിക്കാതെ പുറത്തു വരുന്ന സ്നേഹമുണ്ട്. അത് അവരുടെ എല്ലാം കണ്ണുകളിൽ കാണാം. ആ കണ്ണിലെ ആ ഭാവം മാത്രം മതി പ്രേക്ഷകർക്ക് ആ കഥാപാത്രങ്ങളോട് ചേർന്ന് നിൽക്കാൻ. ഷൺമുഖൻ അവരിലൊരാളാണ്. സ്ക്രീനിൽ മുണ്ട് മടക്കി കുത്തി എതിരെയെ ഇടിച്ചിടുന്ന ബെൻസ് എന്ന തിയേറ്റർ ഹൈയും തരുൺമൂർത്തി നൽകുന്ന മോഹൻലാൽ ട്രിബ്യൂട്ടാണ്. കൂടുതൽ പറയാൻ നിർവാഹമില്ല. ചുരുക്കത്തിൽ കഥ ചോരാതെ പറഞ്ഞാൽ മോഹൻലാൽ എന്ന താരത്തിനെയും അഭിനേതാവിനെയും പാകമളവിൽ ഉപയോഗിച്ചുകൊണ്ട് തരുൺമൂർത്തി നൽകുന്ന വിഷ്വൽ ട്രീറ്റാണ് തുടരും. കണ്ണുകൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും നിങ്ങൾക്ക് സിനിമ കാണാം. ട്രോളുകളും മീമുകളും പറഞ്ഞു പറഞ്ഞ് നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു മോഹൻലാലില്ലേ, ദ വൺ വി ഹാവ് മിസ്ഡ് ഫോർ എ വെരി ലോങ് ടൈം, ഹീസ് ഹിയർ. മോഹൻലാൽ നിറഞ്ഞ തിയേറ്ററിൽ നിങ്ങളുടെ നിശബ്ദതയിൽ നിശബ്ദരായിരുന്ന, നിങ്ങളുടെ ഉയർത്തെണീപ്പിൽ ആർത്ത് വിളിച്ച് കൈയടിക്കുന്ന പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് സിനിമ കാണാൻ ഒരു തവണ കൂടെ അവസരം തന്നതിന് നന്ദി. തിയേറ്റർ വിട്ടിട്ടും ഉള്ളിൽ നിന്ന് വിട്ടുമാറാത്ത ഈ മരവിപ്പിന്, മറ്റൊരാളുടെ വേദനയിൽ വേദനിക്കാൻ, കരയാൻ മനുഷ്യന് സാധിക്കുമെന്ന് പറയുന്ന സിനിമ എന്ന മായാജാലത്തിന് കൂടെ നിന്നതിന് നന്ദി. നിങ്ങൾ ജീവിക്കുന്ന കാലത്ത്, അതേ ദേശത്ത്, നിങ്ങളുടെ ഭാഷയിൽ ജീവിക്കാൻ സാധിക്കുന്നതിന്, ഇനിയും തിരശ്ശീലയിൽ നിങ്ങൾ ഞങ്ങൾക്കായി കരുതി വെക്കുന്നവർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കാൻ സാധിക്കുന്നത് തന്നെ ധാരാളം. മലയാളത്തിന്റെ മോഹൻലാൽ തുടരുമെന്ന പ്രതീക്ഷയോടെ.